ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ PSLV-C62 വിക്ഷേപണം ജനുവരി 12-ന്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ ഒന്നാം വിക്ഷേപണ തറയിൽ നിന്ന് രാവിലെ 10:17-ന് PSLV-C62 കുതിച്ചുയരും. PSLV-യുടെ 64-ാം വിക്ഷേപണമാണിത്. 2 സ്റ്റാപ്പ് ഓൺ ബൂസ്റ്ററുകളുള്ള PSLV-DL വേരിയന്റ് ഉപയോഗിക്കുന്ന 5ാമത്തെ വിക്ഷേപണമായിരിക്കും ഇത്. കഴിഞ്ഞ വർഷം PSLV-C61 വിക്ഷേപണത്തിൽ നേരിട്ട പരാജയത്തിന് ശേഷമുള്ള PSLV-യുടെ ആദ്യ വിക്ഷേപണമാണിത്. ചന്ദ്രയാൻ, മംഗളയാൻ തുടങ്ങിയ ഇന്ത്യയുടെ അഭിമാന നേട്ടങ്ങളിൽ ഉപയോഗിച്ച PSLV ISROയുടെ ഏറ്റവും വിശ്വസനീയമായ വിക്ഷേപണ വാഹനമാണ്. കൃഷി, നഗരാസൂത്രണം, പരിസ്ഥിതി നിരീക്ഷണം എന്നിവയിലുടനീളം വലിയ മാറ്റങ്ങൾ ലക്ഷ്യമിടുന്ന EOS-N1 പ്രധാന പ്ലോഡാണ്. കൂടാതെ 18-ലധികം ഉപഗ്രഹങ്ങളും വിക്ഷേപണത്തിന്റെ ഭാഗമാകും. ഇവ വിക്ഷേപണത്തിലൂടെ ഭ്രമണപഥത്തിലെത്തിക്കും. അന്താരാഷ്ട്ര സഹകരണത്തിന്റെ ഭാഗമായി ഇൻഡോ-മൗറീഷ്യസ് സംയുക്ത ഉപഗ്രഹവും ദൗത്യത്തിൽ ഉൾപ്പെടും. ISROയുടെ ഈ വർഷത്തെ ആദ്യ വിക്ഷേപണമാണിത്. കൂടാതെ 101ാമത് ഓർബിറ്റൽ വിക്ഷേപണമാണെന്ന പ്രത്യേകതയുമുണ്ട്.